ഇപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാള്, ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മമ്മൂട്ടിനെ ആയിരിക്കും ഇഷ്ടം, പക്ഷെ മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്തവര് മോഹൻലാലിനെ കുറിച്ച് ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി ഒന്ന് ചിത്രീകരിച്ച് നോക്കിയൊക്കെ. ഒട്ടും സ്ഥിരതയില്ലെന്ന് പറയാൻ പറ്റിയ ഒരു ഫീൽഡ് കൂടിയാണ് സിനിമ എന്ന് പറയുന്നത്. നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി വേജസ് അല്ലെങ്കിൽ മന്ത്ലി പേയ്മെന്റ് എങ്കിലും എന്തെങ്കിലും ജോലിക്ക് കിട്ടും. ഇത് അങ്ങനെയല്ലല്ലോ. അവർക്ക് ആരാധന മൂത്തിട്ട് ഇവർ എന്താണ് കാണിച്ചു കൂട്ടണേന്ന് പോലും ബോധമില്ലാണ്ടാണ് അവർ. പക്ഷേ ഈ ആരാധന കൂടിപ്പോയാലും ഒരുപാട് പ്രശ്നമാണ്. അവർക്ക് സിനിമ പൊട്ടോ അല്ലെങ്കിൽ വിജയിക്കോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരുടെ വർക്കിന്റെ ഭാഗമായിട്ട് അവർക്ക് അത് ചെയ്തേ പറ്റൂ. നമസ്കാരം. ഇന്നത്തെ ടീ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ റിയൽ ലൈഫും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇന്ന് നമ്മുടെ ഈ ഡിസ്കഷനിൽ ജോയിൻ ചെയ്യുന്നത് എൻ്റെ കൊളീഗ് കൂടിയായ സൂര്യയാണ്. സൂര്യ, നമസ്കാരം. അപ്പോൾ സൂര്യ, നമ്മളെല്ലാവരും ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരാൾക്കാരാണ് സെലിബ്രിറ്റീസ് അല്ലേ. അവരുടെ റിയൽ ലൈഫും ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഒരു കാലത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത് അവരുടെ റിയൽ ലൈഫ് പോലെ ആയിരിക്കും റിയൽ ലൈഫ് എന്നാണല്ലേ. കാരണം നമ്മളിപ്പോൾ കൂടുതലും കാണുന്നത് ഇപ്പോൾ പുതിയൊരു ലക്ഷറി കാർ മേടിച്ചു, അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്ഫിറ്റ് ഇട്ടു, ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ കാണുന്ന ഈ കാറും അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഔട്ട്ഫിറ്റും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും ഇതൊക്കെയാണ് അവരുടെ റിയൽ ലൈഫ് എന്നാണ്. പക്ഷെ ആ റിയൽ ലൈഫിന് പിന്നിൽ ശരിക്കും വേറൊരു ജീവിതമുണ്ട്. 95% വെറും 5% മാത്രമായിരിക്കും അവർ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നത്. ബാക്കി 95% അവരുടെ സ്ട്രഗിൾസ് ആയിരിക്കും. സ്ട്രെസ് ഉണ്ടാവും, ഓവർനൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർദ്ര പറഞ്ഞ പോലെ രണ്ടും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ, എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, അത് ഒരു കണക്കിന് സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും അത് കാര്യമായിട്ട് ഇപ്പോഴും അറിയില്ല എന്ന് തോന്നുന്നു. അത് ശരിക്കും അവരുടെ സിനിമയിൽ കാണുന്ന ജീവിതം പോലെ ആയിരിക്കും അവരുടെ ജീവിതം. ഭയങ്കര ലക്ഷറി ലൈഫ്, കാറ്, ഡ്രസ്സ്, ഒരു ഭയങ്കര ഒരു പണം ഒരുപാട് സമ്പാദിക്കണോണ്ട് അവരുടെ ലൈഫ് ഭയങ്കര അടിപൊളിയാന്നുള്ള ഒരു വിചാരം നമ്മൾ കുറച്ചെങ്കിലും പ്രഷർക്ക് ഉണ്ട്. പക്ഷെ അത് കുറെയൊക്കെ മാറി വരുന്നത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അതെ, ഇവർക്ക് കുറെ സമ്പാദ്യം ഉണ്ട്, കുറെ പണം ഉണ്ട്, കാറുണ്ട്, പക്ഷേ അതിന്റെ പിന്നിൽ അവർ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്, എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, അതിനെ പറ്റി ഒരാളും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഒരു ആക്ട്രസിനെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരെ കാണുമ്പോൾ എങ്ങനെയാ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ പക്ഷെ അവർ അതിന്റെ പിന്നിൽ ഡയറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ജിമ്മ് കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടാവും, ഫുഡ് കൺട്രോൾഡ് ആയിരിക്കും. അപ്പൊ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ലേ. നമ്മളെന്താ വിചാരിക്കുന്നത്, അവരെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ ഒരിക്കലും നമുക്ക് ആവാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയാണ് നമ്മളെപ്പോഴും കരുതാറുള്ളത്. അതുപോലെ തന്നെ അവരൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് പഠിക്കണം, അവരുടെ ക്യാരക്ടർ ചൂസ് ചെയ്യണം. അതൊക്കെ പഠിച്ച് നമ്മളെ സാധാരണ ഒരു ജോലി ചെയ്യണേക്കാളും ഭയങ്കര സ്ട്രഗിൾ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രി. ഇപ്പോ ഒരു സിനിമയിലേക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ സിനിമ പൊട്ടിന്ന് തന്നെ വിചാരിക്കട്ടെ, അപ്പൊ തന്നെ അവരൊരു അവസ്ഥ നോക്കി അവര് കരിയർ പിന്നീട് തുടർച്ചയായിട്ട് ഫ്ലോപ്പ് ആവോ, അങ്ങനെ മെന്റലി ആയിട്ടും അവര് കുറെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ ആരും അത് കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. പിന്നെ ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി നമ്മൾ സാധാരണ ജോലികളെ പോലെയല്ല, പെർമനന്റ് അല്ല. സിനിമ ഉണ്ടെങ്കിൽ അവർക്ക് സിനിമയുള്ളൂ. അതെ, ഇന്ന് കാണുന്ന ആൾക്കാരെ ഒരുപക്ഷെ നാളെ നമ്മൾ കണ്ടില്ല എന്നും വരാം. അതെ, വന്ന് ചിലപ്പോൾ ഫെയിം ഉണ്ടാക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ മാഞ്ഞു പോവാണ്. അവരതിൻ്റെ ഇടയിൽ കൂടെ പൈസ സമ്പാദിച്ചോ ഒന്നും നമുക്കറിയില്ല. കുറച്ചു കാലം നിന്ന് പൈസ സമ്പാദിക്കണേക്കാളും കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞ് ഫെയിം ഔട്ടായി കഴിഞ്ഞ് ഫീൽഡ് വിട്ട് പോവാണ്. പിന്നെ അവർ നമ്മളെക്കാളും സാധാരണക്കാരൊക്കെ ആയിട്ടാണ് ജീവിക്കണ പല സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആക്ട്രസ്, അതെ, പ്രത്യേകിച്ച് ഇപ്പൊ പുതുമുഖങ്ങളുടെ ഒക്കെ എൻട്രി വരുമ്പോ പഴയ ആൾക്കാര് അങ്ങനെ തള്ളി പോകുന്നതാണ് ഇന്നത്തെ ഒരു പതിവ് എന്ന് പറയുന്നത്. അപ്പൊ ഫെയിം മാത്രമല്ല അവര് സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിർത്തുന്നത്, പൈസയും വേണം. പൈസ ഇല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ സാധാരണക്കാരാണ് അവരെന്നുള്ള വലിയൊരു തിരിച്ചറിവാണല്ലോ അതൊക്കെ. അതെ, അതുപോലെ മറ്റൊരു കാര്യമാണ് ട്രോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റീസ് എന്ത് നല്ലൊരു കാര്യം ചെയ്താലും ചെറിയൊരു തെറ്റ് മതി അവർക്കത് ട്രോളായിട്ട് കിട്ടാനായിട്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് ഒരു ചാനൽ കൂടി മീഡിയയും കൂടി അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു വാർത്തയായിരിക്കും. അതെ, അപ്പൊ ഇവർക്ക് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ചെയ്യാൻ തന്നെ പേടി. ഇത് നാളെ രീതിയിൽ, അതെ, ചെറിയൊക്കെ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അത് പിന്നെ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഞാൻ തോന്നുന്നു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ അവർ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആക്കാണ്. ഇന്നിപ്പോ കുറച്ച് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അതിനെ തള്ളിപ്പറയണ കാണാം. അതുപോലെ നെഗറ്റീവ്സ് ഇവരുടെ കമന്റ് ബോക്സിലൊക്കെ വരുന്നത് കാണണം. നമുക്ക് തന്നെ വായിച്ച ഭയങ്കര വിഷമം തോന്നുന്ന കമന്റ് ആയിരിക്കും. പലരും അപ്പൊ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവർ കമന്റ് ബോക്സും ചിലപ്പോൾ തുറന്നു നോക്കില്ലെന്ന്. തുറന്നു നോക്കിയാൽ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എടുത്ത് എന്തിനാ തലയിൽ വെച്ച് മെന്റൽ ഹെൽത്ത് കളയണേന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരൊക്കെ. പിഷാരുടെ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആൾ FB പോസ്റ്റ് അതിന്റെ കമന്റ് ഒന്നും തുറന്നു നോക്കില്ല എന്ന്, ജസ്റ്റ് ഇട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത്രയും ബുദ്ധിമുട്ട് അവർക്ക് അത് ഉണ്ടാക്കുന്നുണ്ട്.
പക്ഷെ അത്ര നല്ല പരിപാടിയായിട്ടും തോന്നിയിട്ടില്ല അല്ലേ. ഇപ്പൊ ട്രോളുകളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് ഓർമ്മ വരും ഒരു പക്ഷേ ബേസിൽ ജോസഫിനെ ആയിരിക്കും. അതായത് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഇടയിൽ അതായത് തനിക്കാണ് ഷെയ്ക്കൻഡ് എന്ന് വിചാരിച്ച് ബേസിൽ ജോസഫ് നിന്നപ്പോ പക്ഷെ അത് ഷെയ്ക്കൻഡ് ശരിക്കും കൊടുത്തത് പൃഥ്വിരാജിനായിരുന്നു. അതിനുശേഷം ഒരുപാട് സെലിബ്രിറ്റീസ് പിന്തുടർച്ചയായിട്ട് ഇതുപോലെ അബദ്ധങ്ങളിൽ വന്ന് ചാടിയിട്ട് കമന്റ് നമ്മൾ കാണാറുണ്ട് അല്ലെ, ബേസിൽ യൂണിവേഴ്സിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ചെറിയൊരു കാര്യം മതി അത് ട്രോളായിട്ട് അങ്ങനെ അവർക്ക് പിന്തുടർന്ന് പോവാനായിട്ട്. ബേസിലിന്റെ കാര്യം പറയുന്നത് ജസ്റ്റ് ആളൊന്ന് അബദ്ധം പറ്റിയതാണ്, ആർക്കും സംഭവിക്കാം. ഈ പറയുന്ന കമന്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്ന് പറയുന്ന ആർക്കും സംഭവിക്കാം. ഇനി കമന്റ് ഇടുന്നവർക്ക് വരെ അത് സംഭവിക്കാം. പക്ഷെ അവർക്കൊരു കാര്യം കിട്ടി, അവരതിനെ ആഘോഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ ടൊവിന വരെ ഈ യൂണിവേഴ്സിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. മന്ത്രി ശിവൻകുട്ടി വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ യൂണിവേഴ്സിൽ. അത് ഭയങ്കര കാര്യമായിട്ട് കൊണ്ടാടിയ ഒരു സോഷ്യൽ മീഡിയ ഒരു ട്രോള് തന്നെയായിരുന്നു അല്ലേ അത്. അതെ. അതുപോലെ മറ്റൊരു കാര്യമാണ് ഫാൻസിന്റെ ഈ ആരാധന. അവർക്ക് ആരാധന മൂത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വരെ അറിയണില്ല. അതുപോലെയാണ് അവരുടെ ആ ഒരു ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി അടി കൂടാൻ വേണ്ടി മാത്രം നടക്കണ കുറച്ച് ഫാൻസ് ഉണ്ട്. ഈ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് അടി കൂടുന്ന പോലെ തന്നെ ഇപ്പൊ പുതിയ ആൾക്കാരൊന്നുണ്ട്, പൃഥ്വിരാജ് ടൊവിനോ ഫാൻസ് വരെ അടി കൂടുന്നുണ്ട്. അവർക്ക് ആരാധന മൂത്തിട്ട് ഇവർ എന്താണ് കാണിച്ചു കൂട്ടണേന്ന് പോലും ബോധമില്ലാണ്ടാണ് അവർ. ഈ ആരാധന കൂടിപ്പോയാലും ഒരുപാട് പ്രശ്നമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇഷ്ടമല്ലാത്ത ഒരാള്, ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മമ്മൂട്ടിനെ ആയിരിക്കും ഇഷ്ടം, പക്ഷെ മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്തവര് മോഹൻലാലിനെ കുറിച്ച് ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി ഒന്ന് ചിത്രീകരിച്ചു നോക്കിയൊക്കെ ഇപ്പൊ അതിന്റെ കൂടെ ഒരു മീഡിയം കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു നെഗറ്റീവ് ഫ്രെയിം ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിജയ് എന്നാള് തൃഷയുടെ കൂടെ ഒന്ന് യാത്ര ചെയ്തു, അപ്പോഴേക്കും അതൊരാളെടുത്ത് ഫോട്ടോ എടുത്ത് അത് ഒരു ന്യൂസ് ആക്കി ഇവർ തമ്മിൽ ഡേറ്റിംഗിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ ഗോസിപ്പുകളും ഈ ഒരു സിനിമാ ലോകത്ത് വളരെയധികം നിലനിൽക്കുന്നുണ്ട്. ഈ വിജയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, വിജയുടെ ഒക്കെ സിനിമ ഇറങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ വിജയുടെ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് അതിൽ പാലാഭിഷേകം ചെയ്തിട്ട് എത്രയോ ചെറുപ്പക്കാർ മരിച്ചു പോണ. അതെ, അവരൊക്കെ അത് ഭയങ്കര ആരാധന മൂത്ത് ചെയ്യുന്നതാണ്. ഇതിന് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവരൊരിക്കലും സിനിമേനെ സിനിമയായിട്ടോ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസിനെ അതൊരു സാധാരണ മനുഷ്യനായിട്ടോ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങളായാലും അതുപോലെ ഗോസിപ്പുകളായാലും ഫേക്ക് ന്യൂസുകളായാലും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് തോന്നാത്ത കാര്യം എന്ന് പറയുന്നത് അവർ ആ സിനിമയിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയി. ആ ഒരു നടന് വേണ്ടിട്ട് അത്രയും നമ്മുടെ ടോപ്പിക് പോലെ തന്നെ റിയൽ ഏതാന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്നും പല ആളുകളിലേക്കും എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതെ, അവർക്ക് റിയലും തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാത്തതും അത്ര ചെറിയ കുട്ടികളായിട്ടുകൊണ്ടല്ല, ആ ഒരു നടനോടുള്ള ആരാധന മൂത്ത് അവർക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നില്ലാത്തൊരു ഇതായി പോയി. അവർ ചെയ്യുന്നതാണ് ശരി, അവർ ചെയ്യുന്നത് മാത്രമാണ് ശരി. ഇപ്പോൾ കുറച്ച് ആരാധകർക്ക് പിന്നെ ഉള്ളത് ഒരു എക്സ്പെക്റ്റേഷൻ ആണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിജയ് ആണെങ്കിലും സൂര്യ ആണെങ്കിലും അവർ ഇന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഈ രാഷ്ട്രീയത്തിൽ പോയരുത്, ഇയാളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യരുത്, ഇയാൾക്ക് വേണ്ടി സംസാരിക്കരുത്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ വിജയ് ആണെങ്കിലും സൂര്യ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഇപ്പം നമ്മുടെ മോഹൻലാൽ BJP രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് ഒരുപാട് മോഹൻലാൽ ഫാൻസിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ലാലേട്ട അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവര് ആരാധകർ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ജീവിക്കണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരം. അതെ, ആരാധകർ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് അവരിതുപോലെ പോസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേക്ക് ന്യൂസ് ആയിട്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് അതൊരു നെഗറ്റീവായി മാറുന്നത്. ഈ ആരാധകർ മനസ്സിലാക്കുന്നില്ല, അവരും മനുഷ്യനാണ്, അവർക്ക് അവരുടേതായ ലൈഫ് ഉണ്ട്. അതെ. പിന്നെ ഏറ്റവും വലിയ കാര്യം ഈ സെലിബ്രിറ്റീസിന് അവർക്കൊരു പ്രൈവസി ഉണ്ടാവില്ല. എവിടെ പോയാലും കുറെ പേര് വരും ആരാധകർ, സെൽഫി എടുക്കണം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അവർക്ക് അവരുടേതായ ഒരു പേഴ്സണൽ ലൈഫ് കുടുംബത്തോടൊപ്പം ആണെങ്കിലും പുറത്തൊന്ന് ഷോപ്പിങ്ങിന് പോകാനാണെങ്കിലും ഒന്നും കഴിയാറില്ല. മോഹൻലാൽ എങ്ങാനും അല്ലെങ്കിൽ മമ്മൂട്ടി എങ്ങാനും ഒരു സ്വിറ്റ്സർലാൻഡിലേക്ക് ടൂർ പോയി തന്നെ ഇരിക്കട്ടെ, അപ്പോഴേക്കും അത് ഒരു ഫോട്ടോ എടുത്ത് എങ്ങനെയും ഒരു ന്യൂസ് ആയിട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ആർദ്ര പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രൈവസി അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അവർക്ക് കുടുംബത്തിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒന്നിനും സമയം കിട്ടില്ല. പക്ഷെ ഇതൊന്നും ആരാധകര് എന്ന് പറയുന്നത് ഇതൊന്നും കാണുന്നില്ല. അവര് നോക്കുന്നത് എന്താ, പൈസ ഉണ്ട്, കുറെ ലക്ഷറി കാർസ് ഉണ്ട്, നല്ല ഔട്ട്ഫിറ്റ് ഉണ്ട്, ഇത്ര മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അവര് സിനിമയിൽ കാണുന്ന ഹീറോയുടെ ലൈഫ് അതുപോലെ തന്നെയാണ് റിയൽ ലൈഫിൽ എന്ന് അവർ വിചാരിച്ചിരിക്കുകയാണ്. അയാൾക്ക് എല്ലാം ഉണ്ട്, അയാൾ ഹാപ്പിയാണ്, നമ്മുടെ പോലെ വിഷമങ്ങളില്ല, കഷ്ടപ്പാടില്ല, ആ ഒരു വിചാരമാണ് പലപ്പോഴും ഉള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിനാൻഷ്യൽ റിയാലിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ചില സെലിബ്രിറ്റീസിനെ സംബന്ധിച്ച് അവർക്ക് സിനിമ വളരെ റെയർ ആയിട്ടായിരിക്കും കിട്ടുക. കാരണം അവർ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് നല്ലൊരു റോളാണെങ്കിൽ മാത്രമായിരിക്കും അവർ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് യെസ് പറയാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെ കുറെ പൈസ കിട്ടുമെങ്കിലും ഇവർക്ക് അതിന് മാത്രം ചെലവുകളുണ്ട്. പക്ഷെ ഫാൻസ് കാണുന്നത് എന്താ, ഒരു സിനിമയിൽ അഭിനയിച്ചു ഇത്രയും കോടി കിട്ടി അല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ കിട്ടി അങ്ങനെ കരുതുന്നുള്ളൂ. പക്ഷെ ഇവരെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അവരെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ ഔട്ട്ഫിറ്റ്, അങ്ങനെ അവരെ PR, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് അവർക്ക് പൈസ ചെലവാവുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി എങ്ങനെയാണ്, അതൊരിക്കലും പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ള
ഒരു ലൈഫാണ്. നമുക്ക് സിനിമ ഉണ്ടെങ്കിലേ പൈസയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അവർ സാധാരണ പോലെ തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർ നോർമൽ ലൈഫ് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കിയവരെക്കാൾ കൂടുതൽ ഉണ്ടാക്കാത്തവരാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളവർ. അവർ കുറച്ച് നാളത്തേക്ക് മാത്രം നിലനിന്ന് പോയിട്ട് പിന്നെ അവർ ഫീൽഡ് ഔട്ടായി പോവുക അല്ലെങ്കിൽ ഫെയിം ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത്. കഴിവ് മാത്രമല്ല, എത്രത്തോളം നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നതും കൂടി നോക്കേണ്ട ഒരു ഫീൽഡാണ്. അതുകൊണ്ട് ഒട്ടും സ്ഥിരതയില്ലെന്ന് പറയാൻ പറ്റിയ ഒരു ഫീൽഡ് കൂടിയാണ് സിനിമ എന്ന് പറയുന്നത്. നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി വേജസ് അല്ലെങ്കിൽ മന്ത്ലി പേയ്മെന്റ് എങ്കിലും എന്തെങ്കിലും ജോലിക്ക് കിട്ടും. ഇത് അങ്ങനെയല്ലല്ലോ. ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് അടുത്തൊരു സിനിമ വരുന്നത് വരെ അവർക്ക് വലിയൊരു ഗ്യാപ്പാണ് വരുന്നത്. അതുവരെ അവർക്ക് വീട്ടിലിരിക്കാം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഒരു സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജൂൺ സിനിമയിലൊക്കെ രജിഷ വിജയൻ വെയിറ്റ് കുറച്ചു, സ്വന്തം മുടി വെട്ടി, അങ്ങനെ എന്തോരം കാര്യങ്ങൾ കടന്നിട്ടാണ് ഒരു സിനിമ എന്ന് പറയുന്നതിലേക്ക് അവർ എത്തിപ്പെടുന്നത്. അതെ, എത്തിപ്പെട്ടിട്ടും അവർ ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ടും സിനിമ വേണ്ടത്ര വിജയിക്കാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു നഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ വിക്രം ഐ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ബോഡി അവരങ്ങനെ മാറ്റിയെടുത്തു. എന്നിട്ട് സിനിമ ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഓഡിയൻസിന് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അത്രയും ഫാൻസിന്റെ എക്സ്പെക്ടേഷൻ ഉള്ള സിനിമയായിരുന്നു. പക്ഷെ അത് പൊട്ടിപ്പോയപ്പോൾ അവർക്ക് എത്രത്തോളം അവരുടെ ഒരു എഫേർട്ട് അതിൽ വേസ്റ്റ് ആയി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നെഗറ്റീവ് വരുന്നത് ഈ ഒരു പ്രായത്തില് ലാലേട്ടൻ എന്തിന്റെ കേടായിരുന്നു, ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, അങ്ങനെയും നോക്കി കാണുന്ന കുറെ പേരുണ്ട്. അപ്പോഴും അവിടെ ലാലേട്ടനായാലും മമ്മൂക്കി ആയാലും അതിനു വേണ്ടി ഇടുന്ന ഒരു എഫേർട്ട് അവിടെ ഇല്ലാതാവാണ്. പിന്നെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, അവർ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാ. അപ്പൊ അവർക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ എഫേർട്ട് ഇട്ടേ പറ്റും. അവരുടെ ജോലിയാണത്, അവരുടെ കരിയറിനെ ബേസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പൊ അവർക്ക് സിനിമ പൊട്ടോ അല്ലെങ്കിൽ വിജയിക്കോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരുടെ വർക്കിന്റെ ഭാഗമായിട്ട് അവർക്ക് അത് ചെയ്തേ പറ്റൂ. പൊട്ടുന്നതും വിജയിക്കുന്നതും ഒക്കെ നമ്മുടെ പ്രേക്ഷകരുടെ കയ്യിലാണ്. നമുക്കിപ്പോൾ കണക്ട് ആയാൽ മാത്രമേ സിനിമ വിജയിക്കുള്ളൂ. നമുക്ക് ലാലേട്ടനെ മാത്രം പറയാൻ പറ്റില്ല, സിനിമ ഫുൾ ക്രൂവിനെ പറയേണ്ട എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ആ സിനിമയ്ക്ക് ഫുൾ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ആരാണെങ്കിലും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ സിനിമയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പൊ കുറെ പേര് ഈ സിനിമയിൽ എന്താണോ കാണുന്നത് അതേപോലെ തന്നെ ചിത്രീകരിക്കാനായിട്ട് നോക്കും. ഇപ്പോൾ നമ്മൾ ഈ മാർക്കോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അതിലെങ്ങനെയാണോ കൊല്ലുന്നത് അതേപോലെ കൊല്ലാനും, ഇപ്പൊ ലാലേട്ടന്റെ ദൃശ്യം സിനിമ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുറെ സിനിമകൾ ശരിക്കും സമൂഹത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അത് സിനിമകൾ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഓറഞ്ച് പൂച്ച ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ച. ആ പൂച്ച മറ്റു ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർ കൊല്ലണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് സ്കൂളിൽ പഠിക്കണ ഒരു കൊച്ച് തൻ്റെ കൂടെ ഇരിക്കണ ഫ്രണ്ടിനെ കോമ്പസ് വെച്ച് കുത്തി കൊലപ്പെടുത്താനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർമാരൊക്കെ അത് തെരഞ്ഞു പോയപ്പോൾ കൊച്ചു പറയണ കാര്യം എന്ന് പറയുന്നത് ഈ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോസ് കാണാറുണ്ടെന്ന്. സിനിമ മാത്രമല്ല, കൊച്ചു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സിനിമ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അതിപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, അവരെന്നെ മനസ്സിലാക്കി എടുക്കണം. ചിലപ്പോൾ ഒരു പ്രായത്തിൽ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ആ പ്രായത്തിനനുസരിക്കാം. മുതിർന്നവരങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ചിലപ്പോൾ സിറ്റുവേഷൻ ആയിരിക്കാം, മെൻ്റൽ പ്രഷർ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷെ തെറ്റാണെന്ന് മനസ്സിലാക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത്. അത് സിനിമയായിട്ടും ഇത് ജീവിതമായിട്ടും കാണാൻ പറ്റുന്നില്ല പലർക്കും. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മമ്മൂക്ക അത്രയും ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണ ആളുടെ ഒരു കോളേജ് യൂണിയൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. 70-79 വയസ്സായി മമ്മൂക്കയ്ക്ക്. അപ്പോൾ ആളുടെ ഒരു കോളേജ് യൂണിയൻ്റെ റീയൂണിയൻ്റെ ഫോട്ടോയിൽ ബാക്കി എല്ലാ ഫ്രണ്ട്സും വയസ്സായി ഇരിക്കുമ്പോൾ ഇയാൾ മാത്രം ഒരു 30-കാരൻ്റെ പോലെ ഭയങ്കര യങ് ആയിട്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മമ്മൂട്ടി ഇങ്ങനെ ഇരിക്കണോ, അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഫുഡും ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണെന്നാണ്. ആ മമ്മൂക്കയ്ക്കാണ് ഈ അടുത്ത് ഇത്രയും വലിയൊരു അസുഖം വന്നത്. അസുഖം എന്താണെന്ന് അയാൾ വെളിപ്പെടുത്തുന്നില്ല. അത്രയും നാൾ മാറി നിന്നത്. അപ്പൊ നമ്മൾ കാണുന്ന ഒരു റിയാലിറ്റി അല്ല അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ പേളിമാണിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മരുന്ന് കഴിക്കുന്നത് പോലെ വേണം ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. ശരിക്കും അത് കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് പറയുന്നത് അത്രയും പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഫുഡ് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നതാണ് നമുക്ക് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത് മമ്മൂക്ക സ്ക്രീനിൽ പറഞ്ഞ കാര്യം മാത്രമേ നമുക്കറിയൂ. അത് തന്നെയാണ് മമ്മൂക്ക ഫോളോ ചെയ്യണമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഇരിക്കണേന്ന് ആള് ചിലപ്പോൾ ഒരു പ്രചരണം നടത്തിയതായിരിക്കാം, ഒരു ഫേക്ക് ആയിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്കിയതായിരിക്കാം. പക്ഷെ അങ്ങനെ തന്നെ ആവണമെന്നില്ല. അവർ അതിൻ്റെത് വേണ്ടിയിട്ടുള്ള ഇത്ര പ്രായമായില്ലേ, മുടി നരയ്ക്കാതിരിക്കാനും സ്കിന്ന് ഡള്ളാവാതിരിക്കാനും ഇഞ്ചക്ഷൻസും ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞത്, റിയൽ ലൈഫ് അല്ല റിയാലിറ്റി. മമ്മൂട്ടി അതൊരു പ്രചരണത്തിന് വേണ്ടി ചെറിയൊരു പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണേന്ന് പറഞ്ഞ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് ഒതുക്കി വിട്ടതായിരിക്കാം കാര്യങ്ങൾ. ഇപ്പൊ ഈ സെലിബ്രിറ്റീസിന്റെ തന്നെ ബിഹൈൻഡ് ദ ലൈഫ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും അവരെ പേഴ്സണൽ ലൈഫിലെ ഇഷ്യൂസ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഈ സിനിമകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം. അതായത് കല്യാണശേഷം ഇങ്ങനത്തെ വസ്ത്രം ധരിക്കരുത് സിനിമയിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സീൻസിൽ അഭിനയിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ കണ്ടീഷൻസ് വെക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറെ ഡിവോഴ്സ്, അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയുകയാണെങ്കിൽ സമന്തയുടെ ഒക്കെ ഇഷ്യൂ. അത് ഉണ്ടാവാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് അവർക്ക് റിയൽ ലൈഫും ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അവർക്ക് റിയൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പേഴ്സണൽ ലൈഫ്, അതെ, കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന പോലെ കല്യാണശേഷം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ കരിയറും ഫീൽഡും സിനിമ ആയതുകൊണ്ട് അവരുടെ ഫാമിലി ലൈഫ് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ ഇവിടെ നിൽക്കണേ. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ അവരുടെ റിയൽ ലൈഫിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കൂടുതലും ഈ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ജയൻ രവി ആയിക്കോട്ടെ, നമ്മുടെ മലയാളത്തിൽ നിന്ന് ദിലീപും മഞ്ജു വാര്യർ ആയിക്കോട്ടെ, നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ എന്താ നമുക്കൊന്നും അറിയില്ല. ചിലപ്പോൾ ദിലീപ് തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ഉള്ള പാർട്ട്ണർ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു നമുക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് അറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയുന്നത്. അതെ, പക്ഷെ അതന്നെ ആയിരിക്കണം എന്നില്ല, പല പ്രശ്നങ്ങളുണ്ട്. അതാണ് അവർ പറയണേ, കരിയറിന് വേണ്ടി അവർ പലപ്പോഴും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ അവരുടെ പേഴ്സണൽ ലൈഫ് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ റിയൽ ലൈഫ് എന്ന് പറയുന്നത് അത് അവരുടേതായ ഒരു ഐഡന്റിറ്റിയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അത് തന്നെയാണ് സൂര്യ ടീടോക്സിനും പറയാനുള്ളത്. റിയൽ ഏതാണ് റിയൽ ഏതാണെന്ന് മനസ്സിലാക്കുക, അത് പ്രേക്ഷകർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇന്നത്തെ ടീടോക്സിന്റെ വിഷയം ഇതായിരുന്നു. അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിയൽ ലൈഫും റിയൽ ലൈഫും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ആരെയാണെങ്കിലും വിലയിരുത്താൻ. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.